ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഗോൾഡ് മാർക്കറ്റിൻ്റെ കറണ്ട് അപ്ഡേറ്റ്സിനും കാര്യങ്ങളെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു 1 വീക്കായിട്ട് തന്നെ നമ്മളൊരു ബൈ പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. 1 വീക്ക് മീൻസ് കഴിഞ്ഞ വീക്കെൻഡിൽ, അതായത് വെള്ളിയാഴ്ച വന്ന ഡ്രോപ്പിൽ നമ്മളൊരു ട്രേഡ് ബൈ പൊസിഷൻ കയറ്റിയിട്ടുണ്ടായി. അതേപോലെ തന്നെ ഇന്നലെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബൈ പൊസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിക്ക് തന്നെ അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പോയി. ഇപ്പോൾ നമുക്കൊരു മാർക്കറ്റിൻ്റെ മേജർ റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് റീച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അബ്സല്യൂട്ട്ലി നമ്മളൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് മാർക്കറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് 2940 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം എഗെയിൻ മാർക്കറ്റ് മേലേക്ക് പമ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് തന്നെയാണ് നമുക്ക് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 3000 റേഞ്ച് അല്ലെങ്കിൽ 2950 എന്ന് പറയുന്ന 980 ആ റേഞ്ചിലേക്കല്ലേ മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാർക്കറ്റിൽ നമ്മളൊരു പാറ്റേൺ ബേസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ദിവസം ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ മാർക്കറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഡ്രോപ്പാണ് നമുക്ക് മിസ്സായത്. അന്നൊരു ട്രേഡിൽ മിസ്സായി പോയത് ഈ ഒരു ഡ്രോപ്പായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു, 50 മിനിറ്റിലെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊട്ടക്റ്റഡ് ലോയിൽ നിന്ന് നമ്മളൊരു ബൈ ട്രേഡ് കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു നമ്മൾ എന്ത് ചെയ്യുക ഒരു ട്രേഡ്സും കാര്യങ്ങളും എടുത്തത്. ആ ഒരു ട്രേഡ് നല്ല രീതിയിൽ പ്രോഫിറ്റിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അത് റൺ ചെയ്ത് കഴിഞ്ഞു. മേജർലി നമ്മൾ ടാർഗറ്റ് കണ്ടിരുന്നത് 2940 ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലേക്കുള്ളൊരു മൂവ്മെൻറ്റുമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു 3000 വരെ പോകാനുള്ള ഒരു പോസിബിലിറ്റീസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രോപ്പിൽ നിന്ന് നമ്മളൊരു ബൈ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, മൺഡേ എന്ത് ചെയ്തു, മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. കൺസോൾട്ടേഷന് ശേഷം എന്ത് ചെയ്തു, ഈ ഒരു ഏർലി മോർണിംഗ് നമുക്കൊരു ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം നമുക്കൊരു ബൈ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിത് കറണ്ട്ലി ഇമ്മീഡിയറ്റ്ലി എൻ്റർ ചെയ്ത് വെച്ചില്ല, ബൈ ലിമിറ്റ് വെച്ച് പോയിട്ട് ട്രേഡ് ടാപ്പ് ചെയ്തതാണ്. ഈ ഒരു പ്രൊട്ടക്റ്റഡ് ലോഡ് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മളൊരു ബൈ ലിമിറ്റ് കീപ്പ് ചെയ്യും. സെക്കൻഡ് ബൈ നമ്മൾ അവിടെ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം മാർക്കറ്റ് എഗെയിൻ മാർക്കറ്റ് പമ്പ് ചെയ്ത് കയറി ലെവൽസ് ഓഫ് ഇതിൻ്റെ ഹൈ ലെവൽസൊക്കെ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് റീടെസ്റ്റ് വന്നു. അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു മാനിപ്പുലേഷൻ്റെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലണ്ടനിലോ എൻ്റെ മാനിപ്പുലേഷൻ്റെ ബേസ് ചെയ്തിട്ട് ഇത് ലണ്ടൻ്റെ ആണെന്ന് തോന്നുന്നു, ആ ഒരു റേഞ്ചിൽ നമ്മളൊരു മാനിപ്പുലേഷൻ, അതായത് ICD ഗിൽസ് ലോൺ വെച്ചിട്ട് ലണ്ടനിലോ എൻ്റെ ഈ ഒരു മാനിപ്പുലേഷൻ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് താഴെ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് ഇവിടെയാണ് നമ്മൾ തേർഡ് എൻട്രി വന്നത്. ആ ഒരു തേർഡ് എൻട്രി നമ്മുടെ പ്രോഫിറ്റിലോട്ട് റണ്ണിങ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ലെവലിന് ശേഷം ഒരു റീടെസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ഏരിയ ആയിരുന്നു. ആ റിജക്ഷൻ ഏരിയ റീച്ച് ചെയ്തു. മാർക്കറ്റ് അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇന്നലെ നമ്മളൊരു 4th ലെവൽ ഓഫ് എൻട്രി എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ കറണ്ട് മാർക്കറ്റ് സിനാരിയോ വെച്ചിട്ട് മാർക്കറ്റ് റിജക്ഷനാണ് റീച്ച് ചെയ്തത്. മാർക്കറ്റ് റിജക്ഷൻ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലെവൽ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഒരു എൻട്രി പോസിബിൾ ആണോ എന്ന് വെച്ചാൽ പോസിബിൾ അല്ല. നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഇത്തിരി റിസ്കി ട്രേഡ് ആയിരിക്കുള്ളൂ. സേഫ് ആയിട്ടുള്ള നമുക്കൊരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ പ്രീവിയസ് സ്വിംഗ് ഹൈ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ ലിക്വിഡിറ്റി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഏരിയ ടെസ്റ്റ് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ളൊരു എൻട്രിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു 2940 ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസിന് ശേഷം ഒരു റീടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ഒരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ കറൻ്റ്ലി നമ്മളിപ്പോൾ ചെറിയൊരു ട്രേഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു മൾട്ടിപ്പിൾ സ്വിംഗ് ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. അത് ടാപ്പ് ചെയ്ത് ബൈ മൂവ്മെൻറ്റും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നിന്ന് നമ്മളൊരു റീടെസ്റ്റിൽ ചെറിയൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വിംഗ് ലോയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയൊരു റിസ്കി ട്രേഡാണ്. കാരണം മേജർ റെസിസ്റ്റൻസിന് തൊട്ട് താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ബൈ വോളിയം ഇതേപോലെ ഇനിഷ്യേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സേഫ് ട്രേഡേഴ്സിന് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് 2941 അല്ലെങ്കിൽ 42 ആ റേഞ്ചിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു റീടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു എൻട്രി ആണ് നമ്മളിവിടെ ബൈ ട്രേഡായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ 40 കഴിഞ്ഞൊരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ദെൻ റീടെസ്റ്റിലായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, മേജർ ബൈ പൊസിഷൻസ് പ്ലാൻ ചെയ്യേണ്ടത്. ഇത് ആക്ച്വലി ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയും ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയും ഒരു പാറ്റേൺ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു പാറ്റേൺ നമ്മൾ ഫ്രൈഡേ മാർക്കറ്റ് ഫോളിൽ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ബൈ പൊസിഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഓരോരോ ബൈ പൊസിഷൻസ് കയറ്റിയെടുത്തതും അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗോൾഡ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്ന പ്രൈസ് ആക്ഷൻ പാറ്റേൺസും ICT ലെവൽസും മാത്രമായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാനിപ്പുലേഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് നമ്മൾ ക്ലബ് ചെയ്തിട്ടാണ് ഓരോ ട്രേഡ്സും നമ്മൾ മാർക്കറ്റിൽ നിന്ന് കണക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ICT ഓർഡർ ബ്ലോക്സ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്മാർട്ട് മണി കൺസെപ്റ്റിന് മാനിപ്പുലേഷൻസ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രൈസ് ആക്ഷൻ ലെവൽ സപ്പോർട്ട്സ് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ എടുത്തിട്ടുണ്ട്. സോ മൾട്ടിപ്പിൾ ലെവൽസ് ക്ലബ് ചെയ്തിട്ട് ഇതേപോലെ ട്രേഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ട്രേഡ്സ് കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും.
മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ 100 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എസ്പെഷ്യലി ഇൻ ദ ഗോൾഡ് മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡ് മിസ്സായി. ഈ ഒരു ട്രേഡ് എനിക്ക് മിസ്സായി, നമ്മളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് മിസ്സാവാനുള്ള, ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള റീസണായിട്ട്. പക്ഷേ ആ സ്റ്റോപ്പ് ലോസ് മിസ്സായതും അല്ലെങ്കിൽ ആ ട്രേഡ് മിസ്സായതും മൊത്തം ഞാനെന്ത് ചെയ്യുക, ഈ ഒരു ട്രേഡിങ്ങിലൂടെ അല്ലെങ്കിൽ ഈ ഒരു റണ്ണിങ് പ്രോഫിറ്റ്സിലൂടെ ഞാനെന്ത് ചെയ്ത് ആ ഒരു ബൈയിങ് പൊസിഷൻസിൽ ഞാനത് അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ ഒരു ട്രേഡ് മിസ്സായി അല്ലെങ്കിൽ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബാക്ക് അടിക്കേണ്ട ആവശ്യമില്ല. വേറെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇന്നും അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് പോകാനൊന്നും പോകുന്നില്ല. ലൈഫ് ലോങ് ഈ ഒരു മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, എത്രത്തോളം മാർക്കറ്റ് ട്രേഡ്സ് നടക്കുന്നോ ഇതേപോലെ മാർക്കറ്റ് കണ്ടീഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റീസിനായിട്ട് ഇതേപോലെ നോക്കിയിരിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ട്രേഡ്സ് എടുക്കുക. കൂടുതൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനും കാര്യങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ട്രേഡ്സ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ്സ് കാര്യങ്ങൾ എടുത്തെടുത്ത് പോകാൻ പറ്റും. നമ്മളെടുത്ത ട്രേഡ്സിൻ്റെ ഓരോ ലെവൽസിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. അത് എവിടേക്കാണ് കിടന്നിരുന്നത് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. ഇതായിരുന്നു നമ്മളൊരു ഓരോ ട്രേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ട്രേഡ്സ് എടുത്ത് പോയത്. ഫസ്റ്റ് ബൈ ഏരിയ പ്രൊട്ടക്റ്റഡ് ലോയിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞ്, സെക്കൻഡ് മൺഡേ മാർക്കറ്റ് ഇല്ലാത്ത കണ്ടീഷനിൽ കൺസൾട്ടേഷൻ ചെയ്തു, പ്രൊട്ടക്റ്റഡ് ലോയിൽ നിന്ന് അഗെയിൻ ടാപ്പ് ചെയ്തെടുത്തുകൊണ്ട് പോയത്. ദെൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ആ ഒരു പോർഷനിൽ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ ലണ്ടൻ ലോ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എടുത്ത മൂന്നാമത്തെ ട്രേഡ്. അതിനുശേഷം ബ്രേക്ക് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തപ്പോൾ എടുത്തൊരു ട്രേഡ്. അതിനുശേഷം നമ്മളിപ്പോൾ എടുത്താക്കണം ട്രേഡ് 5 എക്സാക്ട്ലി ബൈ 5 എടുത്തിട്ടില്ല. ബൈ 5 നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ഈക്വലോ ടാപ്പ് ചെയ്തതിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ വീണ്ടും ഒരു ട്രേഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ 6 ആയിരിക്കും നമ്മൾ ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം എടുക്കാൻ പോകുന്നത്. സോ ഇതാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ എടുത്തു വന്ന ബൈ ട്രേഡ്സുകളുടെ പൊസിഷൻസ്. സോ ഇതേപോലുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് അതേപോലെയുള്ള അപ്ഡേറ്റ്സിനായിട്ട് വീണ്ടും കാത്തിരിക്കുക. നമ്മൾ ഇനിയും വരാം. സോ ബൈ.